ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി പാട്ടത്താഴ്ച നടക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ കനകദുർഗ അനന്തപുരിയിലുണ്ട്. അപ്പോൾ അനന്തപുരിയിലുള്ളത് കൊണ്ട് തന്നെ മക്കളുടെ ജീവിതം ഒന്ന് സേഫ് ആക്കണം, മക്കളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ പ്രകാരമായിട്ട് നമ്മുടെ ജലജയെയും അഹബിയെയും മുട്ടുകുത്തിക്കാനായിട്ട് കുറച്ച് കുറുക്കുവഴികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കുറുക്കുവഴികളും അതിനോടൊപ്പം തന്നെ ഇനിയിപ്പം നടക്കാൻ പോകുന്ന ഒരു മംഗളകർമ്മം ഉണ്ടല്ലോ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ, അനിയുടെയും അനാമികയുടെയും വിവാഹം. അപ്പം ആ ഒരു ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കൂടുതലുമായിട്ട് കാണാൻ പോകുന്നത്. അതിനോടൊപ്പം ഹബിയെയും ജലജയെയും നമ്മുടെ നവ്യ മുട്ടുകുത്തിക്കുകയാണ്, ഇട്ട വട്ടത്തിൽ വെള്ളം കോരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പോൾ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനിയെ എങ്ങനെയെങ്കിലും മയക്കിയെടുക്കണം, കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ടാക്കണം എന്ന ആ ഒരു രീതിയിലാണ് കനകദുർഗ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മകളെ എങ്ങനെയെങ്കിലും അവിടുത്തെ ആ ഒരു അനന്തപുരി തറവാട്ടിൽ നിലനിർത്താനും അതുപോലെ തന്നെ ആദർശിൻ്റെ സ്നേഹം കിട്ടുവാനും അതുപോലെ മരുമകളായിട്ട് ദേവയാനി അംഗീകരിക്കുവാനുമുള്ള കുറച്ച് കുറുക്കുവഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാത്രി പെട്ടെന്ന് നമ്മുടെ ജലജയ്ക്കൊരു ബുദ്ധി തോന്നുകയാണ്. അപ്പം ജലജയ്ക്ക് വേറൊരു ബുദ്ധിയല്ല തോന്നുന്നത്. ഇപ്പം ഗുളിക ഈ ഡേറ്റ് കഴിഞ്ഞ ഗുളികയൊക്കെ നമ്മുടെ നവ്യയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അറിയാതെ സംഭവിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നവ്യയ്ക്ക് ആ ഒരു ഡേറ്റ് കഴിഞ്ഞ ഗുളിക കൊടുക്കാൻ വേണ്ടി നമ്മുടെ അഭിയും ജലജയും കൂടെ തീരുമാനിച്ച് നവ്യയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ നവ്യയുടെ അടുത്തേക്ക് വന്നു. ആ ഒരു ഗുളിക കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗുളിക കണ്ടതേ നമ്മുടെ നവ്യയ്ക്ക് അറിയാമല്ലോ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നവ്യയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയായി. അങ്ങനെ നവ്യയ്ക്ക് എന്തോ പന്തികേട് തോന്നി. ഇവർ കൊണ്ടുവരുന്ന ഒരു സാധനം വിശ്വസിച്ച് കഴിക്കാൻ പോലും കൊള്ളത്തില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിച്ചു, ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഗുളികയാണ്, നീ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ ഒരു പന്തികേട്. എങ്കിൽ പിന്നെ വീഡിയോ അങ്ങ് ഓണാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓണാക്കി വെച്ചു. വീഡിയോ ഓണാക്കി വെച്ചിട്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗുളിക ഇപ്പം നിങ്ങൾ എനിക്ക് കൊണ്ട് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്നേഹമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, ആ ഗുളിക ഇങ്ങെടുക്കാൻ പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും അതിൽ ഡേറ്റ് കഴിഞ്ഞു പോയ ഗുളികയാണ്. അപ്പോഴേക്കും തന്നെ നവ്യയ്ക്ക് കാര്യം പിടിയിട്ട് നവ്യ പറഞ്ഞു, ഓഹോ അപ്പം അമ്മയും മോനും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കാണല്ലേ. ഈ വീഡിയോ കണ്ടില്ലേ, ഇത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇതേ ഒരു കച്ചിത്തുരുമ്പ് തന്നെയാണ്. എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും സേഫ് ആകണമെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, എടി നീ ആ വീഡിയോ ഓഫാക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഓഫാക്കില്ല, ഈ വീഡിയോ എന്നും തെളിവായിട്ട് കിടക്കണം. ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ വീഡിയോ മറ്റാരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് ഉത്തരവാദി എന്നും അത് എനിക്ക് പുറം ലോകത്തെ അറിയിച്ച് ഈ കുടുംബത്തെ മൊത്തം അറിയിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ പിടിച്ചിട്ട് ഇത് വേറെ ആർക്കും അയച്ചും കൊടുത്തു. അപ്പോൾ ആർക്കാടി നീ വീഡിയോ അയച്ചു കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേറെ ആർക്കും അല്ല, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് പേർക്ക് വേണ്ടി അയച്ചു കൊടുത്തത്. അവരുടെയൊക്കെ കയ്യിൽ ഇത് കിടക്കട്ടെ, ഇതൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് വേറുള്ളവരുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് പോയി എല്ലാവരുടെയും ഫോണിൽ നിന്നൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, പണ്ടൊക്കെ എനിക്ക് നിങ്ങളെ വലിയ വിശ്വാസവും അതുപോലെ ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവിനെയും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല നിങ്ങളെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജയാണെങ്കിൽ, ഇവൾ കാരണം ഞങ്ങളുടെ ജീവിതം പോകുന്ന തോന്നുന്നത്. എടി നീ ഒന്ന് അടങ്ങിയിരിക്കും, ഞങ്ങൾ അറിഞ്ഞോണ്ടല്ല ഈ ഗുളിക കൊണ്ട് തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യടാ അഭി, അവളുടെ കാല് തിരുമ്മി കൊടുക്കുക, എങ്ങനെയെങ്കിലും അവളുടെ കൈയും കാലും ഒക്കെ പിടിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അഭി പറഞ്ഞു, അവളുടെ കാല് തിരുമ്മി കൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയുമ്പം, കിട്ടത്തില്ലെങ്കിൽ നീ അനുഭവിച്ചോ, നീ തന്നെ അനുഭവിച്ച് നീ തന്നെ ജയിലിൽ പൊക്കോ, എന്നതേ ഈ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് ജലജ പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോഴേക്കും നവ്യയും പറഞ്ഞു, എങ്കിൽ പിന്നെ വന്ന് കാല് തിരുമ്മി തരാൻ പറഞ്ഞു. അങ്ങനെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാലൊക്കെ തിരുമ്മി കൊടുത്ത് അഭിനെ ഇങ്ങനെ എന്താ പറയുക, അടിമപ്പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ചെറിയ പൂജയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പൂജയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അനാമികയുടെയും അനുയുടെയും വിവാഹം ശരിയായ രീതിയിൽ നല്ലതുപോലെ നടക്കണം. അപ്പോൾ ഇവർക്കിടയിൽ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ദോഷങ്ങളൊക്കെ മാറാനുള്ള പരിഹാരക്രിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ജ്യോത്സ്യൻ വീട്ടിൽ വരികയും ആ ജ്യോത്സ്യൻ പറയുന്നു, ആ ഒരു ജ്യോത്സ്യനാണോ ഒരു ശാന്തിക്കാരനാണോ വീട്ടിൽ വന്ന് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം,
ഞാൻ തരുന്ന ഈ ഒരു വിത്ത് ഇതിനകത്ത് തന്നെ വെച്ച് മുളപ്പിക്കണം, പൂജാമുറിയിൽ വെച്ച്. ഇത് മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷങ്ങളൊന്നുമില്ല, ഇല്ലെങ്കിൽ പിന്നെ ഇത് മുളച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജലജയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വിവാഹം നടക്കരുത് എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ജലജയും അഭിയും കൂടെ ചിന്തിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂന്ന്. അപ്പോൾ കനകദുർഗ ഇതൊക്കെ കാണുന്നുണ്ടേ. കനകദുർഗയ്ക്ക് പെട്ടെന്ന് ജലജയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു തന്ത്രങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ജലജയുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ കനകദുർഗ, ഇവൾ എന്തെങ്കിലും പണി മിക്കവാറും ഇതിനിട്ട് പണിയും, ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞാണ് കനകദുർഗ ഇരിക്കുന്നത്. അങ്ങനെ ജലജ ആ ഒരു വിത്തിലേക്ക് തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ വിത്ത് പൂജാമുറിയിൽ കൊണ്ടുവച്ചു. പൂജാമുറിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായപ്പോൾ നമ്മുടെ ജലജ ആ ഒരു വിത്ത് നശിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു ചെറിയ സ്പ്രേയുമായിട്ട് വന്നിട്ട് ആ വിത്ത് മുഴുവൻ അടിച്ച് അത് നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ കനകദുർഗയുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കനകദുർഗ ഒന്നെങ്കിൽ ആ വിത്ത് മാറ്റുകയോ എന്തെങ്കിലും അവിടെ ചെയ്ത് കാണാനും ചാൻസ് ഉണ്ട്. കാരണം ഈ വിവാഹം നടക്കണം എന്നത് നമ്മുടെ കനകദുർഗയുടെയും ഒരു ആഗ്രഹമായി തീർന്നിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, കനകദുർഗയ്ക്ക് അറിയാം തൻ്റെ മകൾക്ക് അനിയനെ ഇഷ്ടമാണ്. അപ്പോൾ ഈ വിവാഹം നടക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ തമ്മിൽ ഒന്നിക്കുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കേ ചെല്ലത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കനകദുർഗ കൂടുതലായിട്ടും ആ ഒരു എന്താ പറയുക വിവാഹം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ നയനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീനെ. അപ്പോൾ അനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നയനയുടെയും ആഗ്രഹമാണ്. അപ്പം തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയും നയനയുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയൊക്കെയാണ് നമ്മുടെ കനകദുർഗ ഇതൊക്കെ ചെയ്യുന്നത്. ഏതായാലും കനകദുർഗയ്ക്ക് കഴിയൂ ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ രാവിലെ ഇവർ അമ്പലത്തിൽ പോയി ആ ഒരു സമയത്ത് അമ്പലത്തിലൊരു മാവിൽ മാങ്ങ കണ്ടിട്ട് നവ്വിക്ക് മാങ്ങ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ നമ്മുടെ അഭിയോട് പറഞ്ഞു മാങ്ങ കയറി പറിച്ചു തരാൻ പറഞ്ഞു. അഭി പറഞ്ഞു എനിക്കൊന്നും പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞപ്പം നവ്യയുടെ നിർബന്ധം കാരണം അഭിക്ക് കയറേണ്ടി വരിക. ഞാനിത് പറഞ്ഞു കൊടുക്കും മുത്തശ്ശനോടെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് കടയിൽ നിന്ന് വല്ലതും മാങ്ങ മേടിച്ച് തരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വേണമെന്ന് പറഞ്ഞ് ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മാങ്ങ പറിക്കുകയാണ്. ഏതായാലും മാങ്ങ പറിക്കാൻ കയറിയ സമയത്ത് നമ്മുടെ നവ്യ നോക്കിയപ്പം അതിൻ്റെ ഓണർ വരുന്നുണ്ട് മാവിൻ്റെ. അങ്ങനെ മാവിൻ്റെ ഓണർ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നവ്യ അവിടെ നിന്ന് മുങ്ങിയിട്ട് ലാസ്റ്റ് നമ്മുടെ അഭീനെ പിടിക്കുകയാണ്. അഭീനെ പിടിച്ചിട്ട് പറഞ്ഞു നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നത്, നിനക്ക് നാണമില്ലേടാ, ഒരു മാങ്ങ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഇതൊക്കെ വിറ്റാ ഞങ്ങൾ ജീവിക്കുന്നത്, നിന്നെ കണ്ടിട്ട് നല്ല സ്മാർട്ടാണല്ലോ, വന്നിട്ട് കക്കാൻ നിനക്ക് നാണമില്ലെന്ന് പറഞ്ഞപ്പം അയ്യോ സാറേ വേറെ ഒന്നുമല്ല, ഞാൻ മാങ്ങ കയറി പറിച്ച്, സാറേന്നൊന്നും വിളിക്കുന്നില്ല കേട്ടോ അഭി, ഞാൻ മാങ്ങ കയറി പറിച്ചത് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ്, ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ടാണോ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഓടിയത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഒരു മാങ്ങയ്ക്ക് 100 രൂപ മറ്റും അയാൾ മേടിച്ചെടുക്കുകയാണ് നമ്മുടെ ആരുടെ കയ്യിൽ നിന്ന്, അഭിയുടെ കയ്യിൽ നിന്ന് 100 രൂപ മറ്റും മേടിച്ചെടുക്കുകയാണ്. ഒരു വെളുത്തുള്ളിയുടെ തൊലി ഇവിടെ ഇരുന്നേ, അതാ ഞാൻ ചിരണ്ടി കളഞ്ഞിട്ട് വെളുത്തുള്ളിയുടെ തൊലി ഞാൻ അടുക്കള കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ ജോലി ചെയ്തുകൊണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കഥ പറയാൻ വേണ്ടി വന്നത്. അല്ല നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ പറഞ്ഞു, വെളുത്തുള്ളിയുടെ തൊലിയായിരുന്നു, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനാമികയും വരുന്നുണ്ട് കേട്ടോ അമ്പലത്തിലെ പൂജയും കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ കരിക്കിൻ്റെ വെള്ളത്തിൽ തിരി കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കരിക്ക് വെള്ളത്തിൽ തിരി കത്തുകയാണെങ്കിൽ ഇവർക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല, നല്ല ജീവിതം ഇവർക്ക് ലഭിക്കും, കല്യാണം ഒരു മുടക്കവും കൂടാതെ നടക്കും. അതുമല്ല വിവാഹം കഴിഞ്ഞവർ ഇത് കത്തിക്കാൻ പാടില്ല, വിവാഹം കഴിയാത്തവർ, വിവാഹം കഴിക്കാൻ പോകുന്നവർ ഇത് കത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുണ്ട്, എങ്കിലേ കത്തത്തുള്ളൂ എന്നൊക്കെയുണ്ട്. പക്ഷെ അനാമികയ്ക്ക് അവിടെ ഒരു ചെറിയൊരു പതറിച്ച ഉണ്ടാകുന്നുണ്ട്. ഈ അനാമികയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. കാരണം അനാമികയ്ക്ക് ചെറിയൊരു പേടി അവിടെ വരികയാണ്. ഏതായാലും ജലജയാണെങ്കിൽ കരിക്കിൻ വെള്ളത്തിലൊന്നും കത്താനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കനകദുർഗ ഇതിപ്പം കത്തണമല്ലോ, എങ്ങനെയും കത്തണമല്ലോ. അപ്പം കനകദുർഗ ഇങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ അനാമിക വരുന്നു, ആ തിരി കൊളുത്തുന്നു. പക്ഷേ തിരി കൊളുത്തിയപ്പോഴത്തേക്കും ആദ്യം കത്തുന്നില്ല, പിന്നെ കത്തുന്നില്ല, എല്ലാവർക്കും ടെൻഷനായി പോയിട്ടുണ്ട്. ലാസ്റ്റ് അനാമിക കത്തിച്ചപ്പോൾ കത്തി, പിന്നെ അനി കത്തിച്ചപ്പോഴും അങ്ങ് കത്തി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരു ആശ്വാസമായി തീരുകയാണ്. കാരണം വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ അവിടെ വേറൊരു വലിയ ട്വിസ്റ്റ് നടന്നിരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അത് കരിക്കും വെള്ളമല്ലായിരുന്നു. നമ്മുടെ കനകദുർഗ ആ കരിക്കുണ്ടല്ലോ, ആ കരിക്കിനകത്ത് നിറച്ച് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചു വെച്ചതുകൊണ്ട് തന്നെ അത് എണ്ണയിൽ പെട്ടെന്ന് കത്തുമല്ലോ. അപ്പോൾ അതെങ്ങനെ എണ്ണ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ കീഴ്ശാന്തിമാരുണ്ടല്ലോ, അപ്പോൾ ഈ കരിക്കൊക്കെ ചെത്തി കൊടുക്കുന്ന കീഴ്ശാന്തിമാരുടെ അടുത്ത് ചെന്നിട്ട് ആ ശാന്തിയോട് പറഞ്ഞു മേൽശാന്തി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റി ഈ കരിക്ക് ചെത്തിക്കൊണ്ടിരുന്നപ്പം. എന്നിട്ട് സിറിഞ്ച് കൊണ്ടുവന്നിട്ട് അതിനകത്തെ കരിക്ക് വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തിട്ട് അതിനകത്ത് എണ്ണ നേരെ സ്പ്രെഡ് ചെയ്തു. അങ്ങോട്ട് സിറിഞ്ച് വെച്ച്
ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും അത് എണ്ണയായി മാറി. അപ്പം ആ ഒരു എണ്ണ ആയതുകൊണ്ട് തന്നെയാണ് അത് കത്തിയത്. പക്ഷേ ഈ അനാമികയ്ക്ക് എന്തോ ഒരു ചെറിയ സംതിങ് കുഴപ്പം കറങ്ങുന്നുണ്ട് കേട്ടോ. ചുറ്റിപ്പറ്റി അനാമികയുടെ എന്തോ ഒരു എന്താ പറയുക, അനാമിക എന്തോ ഒരു ചെറിയൊരു സ്മെല്ല് മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് ഇതുവരെ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അതും കൂടി അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സീൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ പല ക്രിയകളും നടക്കുന്നു. അതുപോലെ നയനയ്ക്കും ആദർശിനും വേണ്ടിയുള്ള ചില നല്ല പൂജകളൊക്കെ ഉണ്ട് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം മാറുന്നതും അങ്ങനെ കുറേ പൂജകളൊക്കെ നടക്കുന്നു. പൂജയാണ് സത്യം പറഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നവ്യയ്ക്ക് വേണ്ടിയും കുറേ അധികം പൂജകൾ നടക്കുന്നു. അതിലെ ഒരു പൂജയാണ് ശൂലംകുത്ത് പൂജ. നമ്മുടെ അഭിയുടെ നാക്ക് തുറന്ന് ഉള്ള പൂജ തന്നെയാണ് കേട്ടോ. ആ പൂജ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ആ പൂജ ആദ്യം ധിക്കരിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ അഭി. പിന്നെ ജലജ പറയുകയാണ്, നീ ഇത് ചെയ്തേ പറ്റൂ, കാരണം എല്ലാവരും എല്ലാ പൂജകളും ചെയ്യുമ്പോൾ നീ മാത്രം മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിനിടയിൽ അമ്പലത്തിൽ വെച്ച് തന്നെ നവ്യേനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നവ്യേനെ കൊല്ലാനായിട്ട് എണ്ണ അവിടെ നവ്യേനെ കൊല്ലാൻ മാത്രമല്ല കുഞ്ഞിനെയും ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് അതിൽ തെന്നി നമ്മുടെ നവ്യ അവിടെ ഒരു ശൂലമുണ്ട്, അതിലേക്ക് വീഴണം. അതിനുവേണ്ടി ഇങ്ങനെ എണ്ണ ഒഴിച്ചൊക്കെ വെക്കുകയാണ്. പക്ഷേ അതൊന്നും സംഭവിക്കുന്നൊന്നുമില്ല കേട്ടോ. എണ്ണ ഒഴിച്ചത് വെറുതെ ആയി പോവുകയാണ്. പക്ഷേ അങ്ങനെ വീഴാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി തന്നെയാണ് നവ്യേനെ ചെന്നിങ്ങനെ താങ്ങി പിടിക്കുന്നത്. അവിടെയും ചീറ്റി പോവുകയാണ്. അവിടെയും തോറ്റ് പരാജയപ്പെട്ട് നിൽക്കാൻ മാത്രമാണ് അഭിക്ക് കഴിയുന്നത്. ഇതിനോടിടയ്ക്ക് തന്നെ പല അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ അനാമികയ്ക്കാണ്. അനാമികയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. ഇനിയിപ്പം അനിയുടെയും അനാമികയുടെയും വിവാഹത്തിലേക്കുള്ള കാര്യങ്ങൾ, അതിനിടയിൽ നമ്മുടെ നന്ദുവിനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നന്ദുവും അനിയും വിവാഹം കഴിക്കുന്നതായിരുന്നു നല്ലത് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിൽ 3 പേരും ഒരു കുടുംബത്തിൽ എന്നെ കയറി ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും ആ വീട്ടുകാർക്ക് എന്താ പറയുക അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും അല്ലെങ്കിലും അനാമികനെ തന്നെയാട്ടോ വിവാഹം കഴിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ചാനലല്ല, നമുക്ക് ഉണ്ടായിരുന്ന ചാനലാണ്. അപ്പോൾ നമ്മളതിപ്പോഴാണ് ആക്റ്റീവാക്കി എടുത്തത്. അപ്പോൾ നമ്മളിപ്പം ഡെയിലി വ്ളോഗും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ലൈവും ഒക്കെ വരുന്നുണ്ട്. രാത്രി 9 മണിക്ക് എന്ന് ഞാൻ ലൈവും വരാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളോട് സംസാരിക്കണമെങ്കിലും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റിയിൽ, അതായത് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആകട്ടെ, നല്ലൊരു സൺഡേ ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.